കിരൺ ഒരു സ്വകാര്യ കമ്പനിയിൽ ജോലി ചെയ്യുകയായിരുന്നു. അദ്ദേഹം 12% വാർഷിക പലിശ നിരക്കിൽ 50,000 രൂപ അർദ്ധവാർഷിക കാലയളവിൽ സംയുക്തമായി നിക്ഷേപിച്ചു. ഒരു വർഷത്തിന് ശേഷം കിരണിന് തിരികെ ലഭിക്കുന്ന തുക എത്ര? ഏവർക്കും നമസ്കാരം. ഞാൻ വിശാഖ് പാവുമ്പ. എൻട്രി ആപ്പിൻ്റെ ഒരു സൂപ്പർ ഓവർ ക്ലാസ്സിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഏറ്റവും അവസാനം പറഞ്ഞു വെച്ചിരിക്കുന്ന സൂപ്പർ ഓവറിലെ ചാപ്റ്റർ കൂട്ടുപലിശയായിരുന്നു. ഓക്കെ, 2021 മുതൽ PSC ഇതുവരെയും ചോദിച്ച കൂട്ടുപലിശയിലെ ചോദ്യങ്ങൾ കുറേയധികം നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ ബാലൻസ് ആയിട്ട് ഇനി ഒരു 5 കിടിലൻ ചോദ്യങ്ങൾ, ഒരു 5 നല്ല ചോദ്യങ്ങളുമായിട്ടാണ് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ക്ലാസ് ആദ്യം മുതൽ അവസാനം വരെ കണ്ട് തീർച്ചയായിട്ടും ഇത്തരം ചോദ്യങ്ങളെ കൂടുതലായിട്ട് നിങ്ങൾക്ക് വേറെ സംഖ്യകളൊക്കെ ഇട്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, വരാൻ പോകുന്ന പരീക്ഷകളിലും ഇത്തരം ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. കൂട്ടുപലിശ എപ്പോഴും മിക്ക ഉദ്യോഗാർത്ഥികൾക്കും ഒരു ബാലികേറ മലയായിട്ട് പറയാറുള്ള ഒരു ടോപ്പിക്കാണ്. അതുകൊണ്ട് ആരെങ്കിലും കഴിഞ്ഞ എപ്പിസോഡ് മിസ്സാക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണുക. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിനം നേർന്നുകൊണ്ട് നമ്മുടെ സൂപ്പർ ഓവർ എപ്പിസോഡിന്റെ കൂട്ടുപലിശയുടെ 2ാമത്തെ ക്ലാസ്സിലോട്ട് കടക്കുന്നു. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ചോദ്യം ഇങ്ങനെയാണ് മക്കളെ. 2 വർഷത്തേക്ക് 10.5% ലഘുപലിശയിൽ നിക്ഷേപിച്ചിരിക്കുന്ന തുകയ്ക്ക് 2 വർഷത്തേക്ക് കിട്ടുന്ന കൂട്ടുപലിശയും തുല്യ സംഖ്യ തന്നെയാണ്. അങ്ങനെയെങ്കിൽ കൂട്ടുപലിശ എത്ര ശതമാനമാണ്? നല്ല ചോദ്യമാ. ഓപ്ഷൻ ഉണ്ട് 9.75, 10%, 10.25, 10.5. നമ്മുടെ 2021 നവംബർ 12 നടന്ന ഡിഗ്രി പ്രിലിംസ് ഫസ്റ്റ് സ്റ്റേജിന്റെ ചോദ്യമാണ്. 2021 നവംബർ 12 നടന്ന ഡിഗ്രി പ്രിലിംസ് 1ാം സ്റ്റേജിന്റെ ചോദ്യമാണ്. ചോദ്യം ഒന്നുകൂടെ. 2 വർഷത്തേക്ക് 10.5% ലഘുപലിശയിൽ നിക്ഷേപിച്ചിരിക്കുന്ന തുകയ്ക്ക് 2 വർഷത്തേക്ക് കിട്ടുന്ന കൂട്ടുപലിശയും തുല്യമായ സംഖ്യ തന്നെയാണ്. അങ്ങനെയെങ്കിൽ കൂട്ടുപലിശ എത്ര ശതമാനമാണ് എന്നാണ് നമ്മുടെ ചോദ്യം. നിങ്ങളൊന്ന് ആലോചിച്ച മക്കളെ, 2 വർഷത്തേക്ക് 10.5% ലഘുപലിശ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ഇൻട്രസ്റ്റ്. ലഘു എന്ന് പറഞ്ഞാൽ സിമ്പിൾ. അപ്പൊ 2 വർഷത്തേക്ക് 10.5% നിരക്കിലുള്ള സിമ്പിൾ ഇൻട്രസ്റ്റ് തന്നെയാണ് 2 വർഷത്തേക്ക് കൂട്ടുപലിശയായിട്ടും കിട്ടുന്നത്. അങ്ങനെയെങ്കിൽ കൂട്ടുപലിശ എത്ര ശതമാനം എന്നാണ് നമ്മുടെ ചോദ്യം. ചോദ്യം ഒന്നുകൂടെ വ്യക്തമാക്കാം. 10.5% നിരക്കിൽ സാധാരണ പലിശയിൽ 10.5% സാധാരണ പലിശയിൽ 2 വർഷം കിട്ടുന്ന പലിശ തന്നെയാണ് അതേ തുകയ്ക്ക് 2 വർഷത്തെ കൂട്ടുപലിശ. ഓക്കെ, എങ്കിൽ കൂട്ടുപലിശ എത്ര ശതമാനമാണെന്നാണ് കണ്ടെത്തേണ്ടത്. ചോദ്യം മനസ്സിലായോ? അപ്പം നിങ്ങൾ ആലോചിക്കും, നമുക്ക് ചെയ്യുന്ന മാർഗം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, 2 വർഷത്തേക്ക് 10.5% നിരക്കിൽ ഒരു തുകയുടെ സാധാരണ പലിശയും അതേ തുകയ്ക്ക് 2 വർഷത്തേക്ക് മറ്റേതോ ശതമാനം നിരക്കിൽ ലഭിക്കുന്ന കൂട്ടുപലിശയും തുല്യം. ശരി, നമുക്കറിയാം സാധാരണ പലിശ എന്ന് പറഞ്ഞാൽ എന്തുവാ? നമ്മുടെ മുതലിന് മാത്രം പലിശ തരുന്ന രീതിയെ വിളിക്കുന്ന പേരാണ് സാധാരണ പലിശ. നമുക്ക് ആദ്യ കൊല്ലം എത്ര രൂപ പലിശ തരുന്നോ അത് തന്നെ ആയിരിക്കും അടുത്ത കൊല്ലവും തരുന്നത്. എന്ന് പറഞ്ഞാൽ മക്കളെ, 10.5% ഇവിടുത്തെ സാധാരണ പലിശ നിരക്കെങ്കിൽ 1ാമത്തെ കൊല്ലവും നമുക്ക് 10.5% പലിശ കിട്ടും. 2ാമത്തെ കൊല്ലവും നമുക്ക് 10.5% പലിശ കിട്ടും. ഞാൻ പറഞ്ഞ മനസ്സിലായോ? 1ാമത്തെ കൊല്ലവും നമുക്ക് 10.5% പലിശ കിട്ടും. 2ാമത്തെ കൊല്ലവും നമുക്ക് 10.5% പലിശ കിട്ടും. എങ്കിൽ 2 കൊല്ലം കൊണ്ട് നമുക്ക് കിട്ടുന്ന സാധാരണ പലിശ എന്ന് പറഞ്ഞാൽ 10.5യും 10.5യും 10.5 + 10.5 എന്ന് പറഞ്ഞാൽ മക്കളെ 21% പലിശ കിട്ടും. 21% പലിശ കിട്ടും. മനസ്സിലായോ? എങ്കിൽ നമുക്ക് ഇങ്ങനെ അസ്യൂം ചെയ്യാം. നമ്മൾ നിക്ഷേപിക്കുന്ന തുക, പ്രിൻസിപ്പൽ എമൗണ്ടിനെ 100 എന്ന് വിളിക്കാം. മക്കളെ, 2 നമ്മൾ നിക്ഷേപിച്ച തുക 100 ആണെന്നിരിക്കട്ടെ. സാധാരണ പലിശയിൽ നമ്മൾ നിക്ഷേപിച്ച തുക 100 ആണ്. കൂട്ടുപലിശയിൽ നമ്മൾ നിക്ഷേപിച്ച തുക 100 ആണ്. എങ്കിൽ നമുക്ക് മനസ്സിലായി സാധാരണ പലിശ 10.5%. ഓക്കെ, എങ്കിൽ 2 കൊല്ലം കൊണ്ട് നമുക്ക് കിട്ടുന്ന സാധാരണ പലിശ എന്ന് പറഞ്ഞാൽ 10.5%വും 10.5% കൂട്ടിയാൽ 2 കൊല്ലം കൊണ്ട് 21% പലിശ കിട്ടും. എങ്കിൽ നമ്മൾ നിക്ഷേപിച്ച തുക മക്കളെ 100 അല്ലയോ? നിക്ഷേപിച്ച തുക 100 അല്ലയോ? എങ്കിൽ 100ന്റെ 21% പലിശ കിട്ടും. 21% പലിശ കിട്ടും എന്ന് പറഞ്ഞാൽ
നമുക്ക് മൊത്തത്തിൽ എന്ത് കിട്ടും? നമ്മുടെ മുതലും കിട്ടും, പലിശയും കിട്ടും. മൊത്തത്തിൽ 121% കിട്ടും. 121 രൂപ തിരിച്ചു കിട്ടും. മനസ്സിലായോ? 100ന്റെ 21% എന്ന് പറഞ്ഞാൽ 21 തന്നെ. എങ്കിൽ നമുക്ക് തിരിച്ചു കിട്ടുന്ന തുക നമ്മൾ നിക്ഷേപിച്ച തുകയായ 100 കിട്ടും, പിന്നെ നമ്മുടെ പലിശയായ 21 കിട്ടും. മൊത്തം 121 കിട്ടും. ഇത് മനസ്സിലായോ? അപ്പോൾ ഒന്നുകൂടെ, ഒരു തുകയ്ക്ക് 2 വർഷത്തേക്ക് 10% നിരക്കിലുള്ള ലഘു പലിശ നമുക്ക് അതേ തുക തന്നെയാണ് 2 വർഷത്തേക്കുള്ള കൂട്ടുപലിശ എന്ന്. അപ്പൊ നമുക്കറിയാം 10% ലഘുപലിശ കിട്ടുമ്പോൾ 1-ാം കൊല്ലവും 10% കിട്ടും, 2-ാം കൊല്ലവും 10% കിട്ടും, 10-യും 10-യും 21% മൊത്തം കിട്ടും. ഇനി നമ്മൾ നിക്ഷേപിച്ച തുക 100 ആണെന്നിരിക്കട്ടെ. എങ്കിൽ നമുക്ക് 2 കൊല്ലം കഴിയുമ്പം ലഭിക്കുന്ന ആകെ തുക എന്തോ മക്കളെ? നമ്മുടെ മുതലായ 100 കിട്ടും, അതിന്റെ 21% പലിശയും കിട്ടും. 100ന്റെ 21% എന്ന് പറഞ്ഞാൽ 21. അപ്പം മൊത്തം നമുക്ക് 121 രൂപ തിരിച്ചു കിട്ടും. 100 രൂപ നിക്ഷേപിച്ചെങ്കിൽ 2 കൊല്ലം കഴിയുമ്പോൾ നമുക്ക് 121 രൂപ തിരിച്ചു കിട്ടും. മനസ്സിലായല്ലോ? ഇത്രയും ക്ലിയർ ആണോ? അപ്പം 100 രൂപ നിക്ഷേപിച്ചു, 21 രൂപ 2 കൊല്ലം കൊണ്ട് പലിശ കിട്ടും. അപ്പം മൊത്തം 121 രൂപ പലിശ കിട്ടും. പലിശയും മുതലുമായിട്ട് കിട്ടും. ക്ലിയർ? ഇനി പറയുന്നത് ഈ 2 വർഷത്തേക്ക് കിട്ടുന്ന കൂട്ടുപലിശയും തുല്യ സംഖ്യ തന്നെയാണെന്ന്. അതായത് ഈ കിട്ടുന്ന തുക തന്നെ എന്ന് പറഞ്ഞാൽ മക്കളെ, പലിശ അടക്കമുള്ള ഈ മുതലാണ് 2 വർഷം കഴിഞ്ഞ് കിട്ടുന്ന കൂട്ടുപലിശ അടക്കമുള്ള മുതൽ. ശരിയാണോ? കൂട്ടുപലിശയും തുല്യം എന്ന് പറയുമ്പം മക്കളെ, കൂട്ടുപലിശ ഈ കിട്ടിയ സാധാരണ പലിശ തന്നെയാണ് കൂട്ടുപലിശയായിട്ടും കിട്ടുന്നത് എന്ന് പറയുമ്പം മുതലടക്കം കൂട്ടുപലിശ ഇനത്തിലും 121 രൂപ തിരിച്ചു കിട്ടുന്നു എന്നല്ലേ? ആണ്. മുതലും പലിശയും അടക്കം മക്കളെ 2 കൊല്ലം കൊണ്ട് നമുക്ക് എന്ത് കിട്ടുന്നു? 121 രൂപ തിരിച്ചു കിട്ടുന്നു. ഞാനൊന്ന് മാറ്റി ചെയ്ത് കാണിച്ചു തരാം. എന്ന് പറഞ്ഞ മക്കളെ, അവിടുത്തെയും പ്രിൻസിപ്പൽ എമൗണ്ട് എത്ര? പ്രിൻസിപ്പൽ എമൗണ്ട് 100 തന്നെ. ശരിയാണോ? പ്രിൻസിപ്പൽ എമൗണ്ട് 100 തന്നെ. ഇനി എന്തുവാ? നമ്പർ ഓഫ് ഇയേഴ്സ് അറിയാം. നമ്പർ ഓഫ് ഇയേഴ്സ് എത്ര? 2 വർഷമാണ്. നമ്പർ ഓഫ് ഇയേഴ്സ് 2 വർഷമാണ്. റേറ്റ് നമുക്കറിയത്തില്ല. എന്നാൽ എമൗണ്ട് ഇൻക്ലൂഡിങ് ഇൻട്രസ്റ്റ് അറിയാം. അതായത് പലിശ അടക്കം നമുക്ക് കിട്ടുന്ന മുതൽ നമുക്കറിയാം 121. പലിശ അടക്കം നമുക്ക് കിട്ടുന്ന തുക, അതായത് 2 കൊല്ലം കഴിഞ്ഞാൽ കിട്ടുന്ന കൂട്ടുപലിശയും തുല്യമെന്ന് പറയുമ്പം കൂട്ടുപലിശയായിട്ട് 21 രൂപ തന്നെ കിട്ടുന്നെന്നാ. അപ്പൊ കൂട്ടുപലിശയും മുതലും അടക്കം മൊത്തം 121 രൂപ കിട്ടുന്നെന്നാ. ശരിയാണോ? പലിശയും മുതലും അടക്കം നമുക്ക് 121 രൂപ കിട്ടുന്നെന്നാ. എങ്കിൽ പലിശയും മുതലും അടക്കം 121 കിട്ടുന്നു. നിക്ഷേപിച്ച തുക 100 തന്നെയാണ് ഇവിടെയും. നമ്പർ ഓഫ് ഇയേഴ്സ് 2 എങ്കിൽ റേറ്റ് കണ്ടുപിടിക്കണം. റേറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ശരിയാണോ? എങ്കിൽ നമുക്കറിയാം നമ്മുടെ കൂട്ടുപലിശ കാണുന്ന സമവാക്യം മക്കളെ, P ഇൻറ്റു 1 പ്ലസ് R/100 ദി ഹോൾ റേസ് ടു n. ഓക്കെ, ഇതാണ് നമ്മുടെ സമവാക്യം. എങ്കിൽ നമുക്ക് വില കൊടുക്കാം. അത് ചെയ്യുമ്പോഴാണ് നമുക്ക് പലിശ അടക്കമുള്ള മുതൽ കിട്ടുന്നത്, ഈക്വൽ ടു A കിട്ടുന്നത്. എമൗണ്ട് ഇൻക്ലൂഡിങ് ഇൻട്രസ്റ്റ്, അതിനെയാണ് A എന്ന് വിളിക്കുന്നത്. എങ്കിൽ പറ മക്കളെ, പ്രിൻസിപ്പൽ എമൗണ്ട് എത്ര? 100 ബ്രാക്കറ്റിൽ 1 റേറ്റ് നമുക്കറിയത്തില്ല, R/100 ദി ഹോൾ റേസ് ടു n അറിയാം 2, ഈക്വൽ ടു A നമുക്കറിയാം 121. ശരിയാണോ? 121 വരും. ക്ലിയർ? എങ്കിൽ മക്കളെ മനസ്സിലായി. നമ്മൾ നിക്ഷേപിച്ച തുക, കൂട്ടുപലിശയിൽ 100 രൂപ നിക്ഷേപിച്ചത്, 2 കൊല്ലത്തേക്കാണ് നിക്ഷേപിച്ചത്. 2 കൊല്ലം കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന പലിശ അടക്കമുള്ള മുതൽ 121 രൂപ തന്നെയാണ്. കാര്യം സാധാരണ പലിശയും കൂട്ടുപലിശയും തുല്യമെങ്കിൽ ഇവിടെ കിട്ടുന്ന പലിശ 21. അപ്പൊ ഇവിടെ കിട്ടുന്ന മുതലടക്കമുള്ള തുക 100ഉം 21 121 തന്നെ. ശരി, അവിടെ നമുക്ക് 6 കണ്ടുപിടിക്കണം. ഇനി നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ ഒരു 100 ഗുണിച്ചിട്ടുണ്ട്. ഈ 100നെ നേരെ ഇപ്പുറത്തുണ്ടെന്ന് ഹരിക്കാം. അപ്പൊ ഇവിടെ എന്ത് മാത്രം? 1 പ്ലസ് R/100 ദി ഹോൾ സ്ക്വയർ ഈക്വൽ ടു 121/100 എന്ന് വരും. 121/100 എന്ന് വരും. ഓക്കെ ആണ്? ശരി, ഇനി എന്ത് ചെയ്യാം? ഇടത് സൈഡിൽ ഒരു സ്ക്വയർ ഉണ്ട്. ഇടത് സൈഡിലെ സ്ക്വയർ മാറ്റാൻ വലത് സൈഡിൽ സ്ക്വയർ റൂട്ട് എടുത്താലും മതി, അല്ലെങ്കിൽ സ്ക്വയർ റൂട്ട് കളയാൻ സ്ക്വയർ എടുത്താലും മതി. അപ്പുറത്ത് ഒരിടത്ത് സ്ക്വയർ ഉണ്ടെങ്കിൽ അപ്പുറത്ത് സ്ക്വയർ റൂട്ട് എടുത്താൽ മതി, അല്ലെങ്കിൽ ഒരിടത്ത് സ്ക്വയർ റൂട്ട് ഉണ്ടെങ്കിൽ അപ്പുറത്ത് സ്ക്വയർ എടുത്താൽ മതി. എങ്കിൽ മക്കളെ എന്ത് വരും? 1 പ്ലസ് R/100 എന്ന് മാത്രം വരും. സ്ക്വയർ പോയി, അപ്പുറത്ത് സ്ക്വയർ റൂട്ട് എടുക്കാം. അപ്പൊ എന്ത് വരും? 121/100 എന്ന് വരും. ഓക്കെ, അപ്പോൾ 1 പ്ലസ് R/100 എന്ന് പറഞ്ഞാൽ മക്കളെ
11/10 എന്ന് വരും. സ്ക്വയർ റൂട്ട് എടുക്കുമ്പം 11/10 എന്ന് വരും. ക്ലിയർ ആണോ? ശരി, ഇനി നമുക്ക് ഇതിനെ കൂട്ടാം. കൂട്ടുന്നത് എങ്ങനെ? എടാ, 1ന്റെ താഴെ 1 ഇട്ട് കൊടുത്താൽ 100. നമ്മൾ ഇങ്ങനെ ഗുണിക്കും, ഒരു 100. അതായത് 1ഉം 100 ഗുണിച്ച് 100. ഇനി ഇങ്ങനെ ഗുണിക്കും, പിന്നെ ഇങ്ങനെ ഗുണിക്കും. ഒരു 100 പ്ലസ് ഒരു ആർ ഈക്വൽ ടു 11/10 എന്ന് വരും. ഓക്കെ, ഈക്വൽ ടു 11/10. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇനി ഇതിനെ ക്രോസ് ഗുണിക്കാനേ പറ്റത്തുള്ളൂ. ക്രോസ് ഗുണിക്കുമ്പോൾ എന്ത് വരും മക്കളെ? ഇതാ ഇങ്ങനെ ക്രോസ് ഗുണിക്കുമ്പം 10 × 100 എന്ന് പറഞ്ഞാൽ 1000 എന്ന് വരും. പ്ലസ് 1000 പ്ലസ് 10R എന്ന് വരും. ഈക്വൽ ടു 11ഉം 100ഉം 1100 എന്ന് വരും. ഓക്കെ ആണോ? എടാ, ആദ്യം ഇങ്ങനെ ക്രോസ് ഗുണിച്ചപ്പം 10 × 100 1000, 10 × R 10R. ഇങ്ങനെ ക്രോസ് ഗുണിക്കുമ്പം 11 × 100 1100. ശരി, 10R നമ്മൾ ഇടത് സൈഡിൽ എഴുതി. എന്നിട്ടോ 1100 മൈനസ് 1000 എന്നെഴുതാം. എടാ, ഇടത് സൈഡിൽ കിടക്കുന്ന 1000 വലത് സൈഡിൽ പോകുമ്പം -1000. എങ്കിൽ 10R ഈക്വൽ ടു 100 എന്ന് വരും. 10R ഈക്വൽ ടു 100. എങ്കിൽ R ഈക്വൽ ടു മക്കളെ 100/10 എന്ന് പറഞ്ഞാൽ 10 എന്ന് വരും. അതായത് നമ്മുടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 10%. എടാ, കൂട്ടുപലിശയിലും നമ്മുടെ പലിശ നിരക്ക് 10%. കൂട്ടുപലിശയിൽ നമ്മുടെ പലിശ നിരക്ക് 10%. എങ്കിൽ നമ്മുടെ ശരിയായ ഉത്തരം ഓപ്ഷൻ ബി 10%. ഓപ്ഷൻ ബി 10%. ഞാൻ പറഞ്ഞത് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. നമ്മൾ ചെയ്ത് എന്തുവാ? ഒരു നിശ്ചിത തുകയ്ക്ക് 10.5% നിരക്കിൽ 2 വർഷത്തെ സാധാരണ പലിശ നമുക്കറിയാം. നമുക്ക് എങ്ങനെ മനസ്സിലായി? നമ്മൾ നിക്ഷേപിക്കുന്ന തുക രണ്ടിടത്തും 100 എന്ന് സങ്കല്പിക്കുക. നിക്ഷേപിച്ച തുക രണ്ടിടത്തും 100 ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന സാധാരണ പലിശ ആദ്യ കൊല്ലവും 10.5 കിട്ടും, രണ്ടാം കൊല്ലവും 10.5% കിട്ടും. അപ്പോൾ 2 കൊല്ലം കൊണ്ട് നമുക്ക് 21% സാധാരണ പലിശ കിട്ടും. എങ്കിൽ നമ്മൾ നിക്ഷേപിച്ച തുകയായ 100ന്റെ 21% എന്ന് പറഞ്ഞാൽ മക്കളെ 21 രൂപയാണ്. എങ്കിൽ നമുക്ക് തിരിച്ചു കിട്ടുന്ന തുക നമ്മൾ നിക്ഷേപിച്ച തുകയായ 100ഉം 21 രൂപ പലിശയോടെ ചേർത്ത് 121 രൂപ തിരിച്ചു കിട്ടും. ക്ലിയർ ആണോ? ഓക്കെ, ഇനി നമ്മളോട് പറയുന്ന 2 കൊല്ലം കൊണ്ട് കിട്ടിയ സാധാരണ പലിശ തന്നെയാണ് 2 കൊല്ലം കൊണ്ട് കിട്ടിയ കൂട്ടുപലിശ. അപ്പോൾ 2 കൊല്ലം കൊണ്ടും കൂട്ടുപലിശ 21 കിട്ടത്തുള്ളൂ. എങ്കിൽ 2 കൊല്ലം കൊണ്ട് നമുക്ക് തിരിച്ചു കിട്ടുന്ന ആകെ തുക എത്ര ആയിരിക്കും? കൂട്ടുപലിശയിലായാലും 100, നമ്മൾ നിക്ഷേപിച്ച തുകയായ 100ഉം കിട്ടും, 21ഉം കിട്ടും, 121 കിട്ടും. എങ്കിൽ നമുക്കറിയാം പലിശ അടക്കമുള്ള മുതൽ കണ്ടുപിടിക്കുന്ന സമവാക്യം ഇങ്ങനെയാണ്: P × 1 + R/100 the whole raised to n ഈക്വൽ ടു A. എങ്കിൽ ഇവിടെ വില അപ്ലൈ ചെയ്തപ്പം അവസാനം നമുക്ക് ഉത്തരം കിട്ടി 10%. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ കൂട്ടുപലിശ മക്കളെ 10% ആയിരുന്നു. മനസ്സിലായോ? ഇവിടുത്തെ കൂട്ടുപലിശ ഓപ്ഷൻ ബി 10% ആയിരുന്നു. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. വാ. ചോദ്യം: കിരൺ ഒരു സ്വകാര്യ കമ്പനിയിൽ ജോലി ചെയ്യുകയായിരുന്നു. അദ്ദേഹം 12% വാർഷിക പലിശ നിരക്കിൽ 50,000 രൂപ അർദ്ധവാർഷിക കാലയളവിൽ സംയുക്തമായി നിക്ഷേപിച്ചു. ഒരു വർഷത്തിന് ശേഷം കിരണിന് തിരികെ ലഭിക്കുന്ന തുക എത്ര? ഇവിടെ മകളെ നമ്മൾ അന്ന് ചോദിച്ച ചോദ്യം ഇങ്ങനെ തന്നെയായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ചോദ്യത്തിൽ മാറ്റം വരുത്താതെ എഴുതിയത്. വാർഷിക കൂട്ടുപലിശ എന്നാണ് കേട്ടോ. സോറി, അർദ്ധവാർഷിക കൂട്ടുപലിശ എന്താണ്? അർദ്ധവാർഷിക കൂട്ടുപലിശ എന്നൊരു വാക്ക് ഇവിടെ വന്നിട്ടില്ല. നിങ്ങൾ ശ്രദ്ധിച്ചോണം. കിരൺ ഒരു സ്വകാര്യ കമ്പനിയിൽ ജോലി ചെയ്യുകയായിരുന്നു. അദ്ദേഹം 12% വാർഷിക പലിശ നിരക്കിൽ 50,000 രൂപ അർദ്ധവാർഷിക കാലയളവിൽ നിക്ഷേപിച്ചു. അവിടെ കൂട്ടുപലിശയാണെങ്കിൽ ഒരു വർഷത്തിന് ശേഷം കിരണിന് തിരികെ ലഭിക്കുന്ന തുക എത്ര എന്നാണ് ചോദ്യം. നമ്മുടെ 2021 ഒക്ടോബർ 30 നടന്ന ഡിഗ്രി പ്രിലിംസ് സ്റ്റേജ് 2 ചോദ്യമാണിത്. 2021 ഒക്ടോബർ 30 നടന്ന ഡിഗ്രി പ്രിലിംസിന്റെ 2ാം ഘട്ടത്തിലെ ചോദ്യമാണിത്. കിരൺ ഒരു സ്വകാര്യ കമ്പനിയിൽ ജോലി ചെയ്യുകയായിരുന്നു. ഇയാൾ 12% നിരക്കിൽ, അതായത് 12% വാർഷിക നിരക്കാണ് എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തേക്ക് 12% പലിശ തരുന്നത് ബാങ്കുകാർ. ഒരു വർഷത്തേക്കാണ് 12% പലിശ തരുന്നത്. അങ്ങനെയുള്ള ബാങ്കിൽ 50,000 രൂപയാണ് നിക്ഷേപിച്ചത്. 50,000 രൂപ ഒരു വർഷത്തേക്കാണ് നിക്ഷേപിച്ചത്. എന്നാൽ നിക്ഷേപിച്ച പദ്ധതി അല്ലെങ്കിൽ നിക്ഷേപിച്ച സ്കീം മക്കളെ അർദ്ധവാർഷികമായിരുന്നു. അർദ്ധവാർഷികം. എടാ, 50,000 രൂപ നിക്ഷേപിച്ചു,
ഒരു വർഷത്തേക്ക് 12% നിരക്ക്. ഇനി ഒരു വർഷത്തേക്കാണ് നിക്ഷേപിച്ചത് എങ്കിൽ ഒരു വർഷത്തിന് ശേഷം കിരണിന് തിരികെ ലഭിക്കുന്ന തുക എന്ന് പറഞ്ഞാൽ ആകെ തുകയാണ് കണ്ടുപിടിക്കേണ്ടത്. ശരി, നമ്മൾ എങ്ങനെയാ ചെയ്യുന്നത്? നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? എടാ, കിരൺ നിക്ഷേപിച്ച തുക 50,000. നിക്ഷേപിച്ച തുക 50,000. ഇനി വാർഷിക പലിശ നിരക്ക് മക്കളെ 12%. ഇനി നിക്ഷേപിച്ച കാലയളവ് സുഹൃത്തുക്കളെ ഒരു വർഷം. എങ്കിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും നമ്മൾ ഇവിടുന്ന് വരുത്തിയ മാറ്റങ്ങൾ എന്തെല്ലാമാണെന്ന്. എടാ, വാർഷികമാണെങ്കിലും അർദ്ധവാർഷികമാണെങ്കിലും പാദവാർഷികമാണെങ്കിലും ഇടുന്ന തുക അങ്ങനെ തന്നെ. ഓർമ്മയുണ്ടോ? എടാ, മുതലിനകത്ത് ഒരു മാറ്റവും, പ്രിൻസിപ്പൽ എമൗണ്ടിൽ ഒരു മാറ്റവും, പ്രിൻസിപ്പൽ എമൗണ്ടിൽ ഒരു മാറ്റവും. ഇനി എന്തിലൊക്കെയാണ് മാറ്റം വരുന്നത്? പലിശ നിരക്കും വർഷവും മാറ്റം വരും. അർദ്ധവാർഷികത്തിലും പാദവാർഷികത്തിലും എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞതിനുണ്ട്. പറ, ഒരു വർഷത്തേക്ക് 12% ഇവിടുത്തെ നിരക്ക്. നമ്മൾ പലിശ കാണുന്ന അർദ്ധവർഷം, അരവർഷം കൂടി ഇരിക്കുമ്പോഴാ. എങ്കിൽ അരവർഷത്തെ നിരക്കാക്കണം. ഒരു വർഷത്തെ നിരക്കിനെ അരവർഷത്തെ നിരക്കാക്കണം. എടാ, ഒരു വർഷം 12% എങ്കിൽ അരവർഷത്തെ നിരക്കെന്ന് പറഞ്ഞാൽ 6%. അതായത് 2 കൊണ്ട് ഹരിച്ചാൽ മതി എന്ന് പഠിച്ചിട്ടുണ്ട്. ഓർമ്മയുണ്ടോ? വാർഷിക നിരക്കിനെ അർദ്ധവാർഷിക നിരക്കാക്കാൻ 2 കൊണ്ട് ഹരിക്കണം. വാർഷിക നിരക്കിനെ അർദ്ധവാർഷിക നിരക്കാക്കാൻ 2 കൊണ്ട് ഹരിക്കണം. ഇനി വാർഷിക നിരക്കിനെ പാദവാർഷിക നിരക്കാക്കാൻ 4 കൊണ്ട് ഹരിക്കണം. അപ്പൊ ഇവിടെ അർദ്ധവർഷത്തിലാണ് ചോദ്യം, അതുകൊണ്ട് അർദ്ധവാർഷിക നിരക്കാക്കണം. എങ്കിൽ 12നെ 2 കൊണ്ട് ഹരിച്ചാൽ മക്കളെ 6%. 6%. ഓക്കെ. ഇനി വർഷം, ഒരു വർഷത്തേക്കാണ് നിക്ഷേപിക്കുന്നത്. നിങ്ങൾ പറ, ഒരു വർഷത്തിൽ എത്ര അർദ്ധവർഷങ്ങൾ ഉണ്ടാകുന്നുണ്ട്? 2 അർദ്ധവർഷങ്ങൾ. അഥവാ ഒരു വർഷത്തിനെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അർദ്ധവാർഷികം എന്ന് കണ്ടാൽ 2 കൊണ്ട് ഗുണിക്കണം, പാദവാർഷികം എന്ന് കണ്ടാൽ 4 കൊണ്ട് ഗുണിക്കണം. വർഷത്തിനെ അർദ്ധവാർഷികം എന്നൊരു വാക്ക് കണ്ടാൽ 2 കൊണ്ട് ഗുണിക്കണം, പാദവാർഷികം എന്നൊരു വാക്ക് കണ്ടാൽ 4 കൊണ്ട് ഗുണിക്കണം. എങ്കിൽ ഒരു വർഷത്തിനെ നമുക്കിപ്പം 2 കൊണ്ട് ഗുണിച്ചാൽ 1 × 2 2. അതായത് മക്കളെ, ഇതിന്റെ രത്ന ചുരുക്കം എത്രയേ ഉള്ളൂ? ഒരു വർഷത്തിൽ എത്ര അർദ്ധവർഷങ്ങൾ ഉണ്ടാവും, അല്ലെങ്കിൽ എത്ര തവണ പലിശ കാണണം? 2 തവണ. 2 തവണ അവ 2 വർഷം എന്ന് പരിഗണിക്കണം. ഇനി ഇതല്ല നമ്മുടെ ചോദ്യം, ഇതാണ് നമ്മുടെ ചോദ്യം എന്ന് നമുക്കറിയാം. ശരി, എങ്കിൽ ഇത് വെച്ച് നമ്മൾ എങ്ങനെ ചെയ്യുന്നത്? എടാ, നമ്മൾ പഠിച്ചിട്ടുണ്ട് 2 വർഷം. 2 വർഷമാണ് ഇവിടുത്തെ കാലയളവ്. എങ്കിൽ 2 വർഷത്തിന്റെ കോഡ് അങ്ങോട്ട് എഴുതും, 1 to 1. ഓക്കെ ഉണ്ടോ? 1 to 1. ഓക്കെ അല്ലേ? ഇനി എമൗണ്ട് എത്ര മക്കളെ? 50,000. 50,000. 50,000ത്തിന് എത്ര ശതമാനം? 6% കണ്ടുപിടിച്ചപ്പോൾ വലത്തോട്ട് വരേണ്ടത്. എങ്കിൽ 50,000ത്തിന്റെ 6% ആദ്യം ഇപ്പുറത്തോട്ട് കണ്ടുപിടിക്കണം. അതിന് നമുക്കറിയാം 50,000ത്തിന്റെ 1%. വലത്തുനിന്ന് 2 സ്ഥാനം ഇടത്തോട്ട് മാറ്റി പോയിന്റ് ചെയ്താൽ മതി. അപ്പോൾ 1% മക്കളെ 500 എന്ന് കിട്ടും. അതിനെ 6% ആക്കാൻ ഇൻറ്റു 6 ചെയ്താൽ മതി. ശരിയാണോ? 6 5 30, പിന്നെ 2 0 കൂടെ 3000. ഇനി ഈ 3000ത്തിന്റെ 6% ഇപ്പുറത്തോട്ട് കണ്ടുപിടിക്കണം. അതിന് നമുക്കറിയാം 6% കണ്ടുപിടിക്കാൻ ആദ്യം 1% കണ്ടിട്ട് അതിനെ 6 കൊണ്ട് ഗുണിച്ചാൽ മതി. എങ്കിൽ 3000ത്തിന്റെ 1% എന്ന് പറഞ്ഞ മക്കളെ 30. 1% 30. അതിനെ 6% ആക്കാൻ ഇൻറ്റു 6 ചെയ്താൽ മതി. 6 3 18, 180 എന്ന് വരും. ശരി, ഇത് പരസ്പരം ഗുണിക്കണം. എടാ, 1 × 5000, സോറി 50,000. 1 × 50,000 എന്ന് പറഞ്ഞാൽ 50,000 തന്നെ. 2 × 3000. 2 × 3000 എന്ന് പറഞ്ഞാൽ 6000. 1 × 180 എന്ന് പറഞ്ഞാൽ 180 തന്നെ. ഇനി നമുക്കറിയാം, എങ്കിൽ അവൻ ഒരു വർഷം കഴിഞ്ഞ്, അതായത് കാലാവധി പൂർത്തിയാകുമ്പോൾ ലഭിക്കുന്ന ആകെത്തുക എത്രയെന്ന് കണ്ടുപിടിക്കാൻ താഴെ കിട്ടിയ എല്ലാ പേരെയും കൂടെ കൂട്ടണം. താഴെ കിട്ടിയ എല്ലാ പേരെയും കൂടെ കൂട്ടണം. ശരിയാണോ? എങ്കിൽ 50,000-ഉം 6,000-ഉം 56,000. 56,000-ഉം 180-ഉം 56,180. എങ്കിൽ കാലാവധി കഴിഞ്ഞവന് ലഭിക്കുന്ന ആകെത്തുക 56,180. ശരി, എങ്കിൽ നമ്മളോട് ചോദിക്കുക, എങ്കിൽ കാലാവധി പൂർത്തിയാകുമ്പോൾ ലഭിക്കുന്ന കൂട്ടുപലിശ മാത്രമായിരുന്നെങ്കിലും നമുക്കറിയാം ആദ്യത്തെ ഇവനെയും ഒഴിവാക്കണം, എന്നിട്ട് ബാക്കിയുള്ളവന്മാരുടെ തുക എടുക്കണം. 6,180. ശരിയില്ലയോ? ഇനി ഈ കാലാവധി കഴിഞ്ഞ് ലഭിക്കുന്ന സാധാരണ പലിശയുടെയും കൂട്ടുപലിശയുടെയും വ്യത്യാസം എത്രയാണെന്ന് ചോദിച്ചായിരുന്നെങ്കിലോ ഇവനെയും കൂടി അങ്ങ് ഒഴിവാക്കണം, ഇവനെയും കൂടി അങ്ങ് ഒഴിവാക്കണം, ബാക്കിയുള്ളവന്മാരുടെ തുക എടുക്കണം. 180, 180, 180. ശരി, ഇവിടെ നമുക്ക് വേണ്ടത് ആകെത്തുകയാണ്. എങ്കിൽ 56,180 എന്ന് വരും. ഓപ്ഷൻ ബി 56,180. ക്ലിയർ ആണോ? പറഞ്ഞിട്ട് മനസ്സിലായി കാണുമെന്ന് കരുതട്ടെ. നമുക്ക് അടുത്ത ചോദ്യം പരിശോധിക്കാം. ബാ മക്കളെ, അടുത്ത ചോദ്യം ഇങ്ങനെയാണ്. ഒരാൾ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന തുക പകുതി വീതം 2 ബാങ്കുകളിലായി നിക്ഷേപിച്ചു.
ഒന്നാമത്തെ ബാങ്കിൽ സാധാരണ പലിശ നിരക്കിലും രണ്ടാമത്തെ ബാങ്കിൽ കൂട്ടുപലിശ നിരക്കിലുമാണ് നിക്ഷേപിച്ചത്. 2 വർഷം കഴിഞ്ഞ് പലിശ നോക്കിയപ്പോൾ ആദ്യത്തെ ബാങ്കിൽ 600 രൂപയും രണ്ടാമത്തെ ബാങ്കിൽ 618 രൂപയും ഉണ്ടായിരുന്നു. 2 ബാങ്കുകളിൽ നിന്നും 3 വർഷം കഴിയുമ്പോൾ അദ്ദേഹം പലിശ പിൻവലിച്ചാൽ പലിശയിൽ വരുന്ന വ്യത്യാസം എത്രയാണ്? അടിപൊളി ചോദ്യമാണ് മക്കളെ, നല്ല ചോദ്യമാണ്. ഓപ്ഷൻ നോക്കിയേ. 54 രൂപ, 36 രൂപ, 36.42 രൂപ, 55.08 രൂപ. ഇത് 2021 നവംബർ 11 തീയതി നടന്ന 2021 നവംബർ 11 തീയതി നടന്ന കാഷ്യൂ ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ അസിസ്റ്റന്റ് ഗ്രേഡ് 2 പരീക്ഷയിലെ ചോദ്യമായിരുന്നു. വളരെ നല്ല ചോദ്യമായിരുന്നു. 2021 ചോദ്യമാണ്. നമ്മുടെ ഏറ്റവും പുതിയ ട്രെൻഡ് അനുസരിച്ചുള്ള ചോദ്യമാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ചോദ്യം ഒന്നുകൂടെ നോക്കിയാലോ? ഇച്ചിരി വലിയ ചോദ്യമാണ് അല്ലയോ? ഇച്ചിരി കട്ടിയായിട്ട് തോന്നുന്നു. ഒന്നുമില്ല, ഒന്നുകൂടെ നോക്കാം. എടാ, ഒരാൾ അദ്ദേഹത്തിന്റെ കയ്യിൽ ഉണ്ടായിരുന്ന തുക പകുതി വീതം, മനസ്സിലാക്കണം, പകുതി വീതം, എടാ രണ്ടിടത്തും പകുതി വീതം 2 ബാങ്കുകളിലായി നിക്ഷേപിച്ചു. അപ്പൊ മനസ്സിലായി, ഒന്നാമത്തെ ബാങ്കിൽ നിക്ഷേപിച്ചതും രണ്ടാമത്തെ ബാങ്കിൽ നിക്ഷേപിച്ചതും തുല്യ തുകയാണ്. ഓക്കെ, ഒന്നാമത്തെ ബാങ്കിൽ സാധാരണ പലിശ നിരക്കിലും രണ്ടാമത്തെ ബാങ്കിൽ കൂട്ടുപലിശ നിരക്കിലുമാണ് നിക്ഷേപിച്ചത്. ഓക്കെ, ക്ലിയർ ആണേ? 2 വർഷം കഴിഞ്ഞ് പലിശ നോക്കിയപ്പോൾ ആദ്യത്തെ ബാങ്കിൽ മക്കളെ 600 രൂപ, രണ്ടാമത്തെ ബാങ്കിൽ മക്കളെ 618 രൂപ. 2 ബാങ്കുകളിൽ നിന്നും 3 വർഷം കഴിയുമ്പോൾ അദ്ദേഹം പലിശ പിൻവലിച്ചാൽ പലിശയിൽ വരുന്ന വ്യത്യാസം എത്ര എന്നാണ് ചോദ്യം. അപ്പൊ നോക്കിയേ, എടാ, ഒരാള് തുക 2ആയിട്ട് വീതിച്ച് 2 ബാങ്കുകളിലായിട്ട് നിക്ഷേപിച്ചു. ഒന്നാമത്തെ ബാങ്കിൽ സാധാരണ പലിശ, രണ്ടാമത്തെ ബാങ്കിൽ കൂട്ടുപലിശ. ഇനി 2 കൊല്ലം കഴിഞ്ഞപ്പം മക്കളെ ഒന്നാമത്തെ ബാങ്കിൽ നിന്ന് ലഭിച്ച തുക 2 കൊല്ലം കഴിഞ്ഞപ്പം നമുക്ക് മനസ്സിലായി, എടാ ഒന്നാമത്തെ ബാങ്കിൽ നിന്ന് ലഭിച്ച പലിശ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒന്നാമത്തെ ബാങ്കിലെ പലിശ സാധാരണ പലിശയാണ്. അപ്പൊ ഒന്നാമത്തെ ബാങ്കിലെ പലിശ സാധാരണ പലിശയാണ്. ആ 2 കൊല്ലം കഴിഞ്ഞ് ഒന്നാമത്തെ ബാങ്കിൽ നിന്ന് 600 കിട്ടി. എടാ രണ്ടാമത്തെ ബാങ്കിൽ കൂട്ടുപലിശയാണ്, അവിടുന്ന് 618 കിട്ടി. ഓക്കെ ആണോ? ഒന്നാമത്തെ ബാങ്കിൽ നിന്ന് 600 രൂപ തിരിച്ചു കിട്ടി, രണ്ടാമത്തെ ബാങ്കിൽ നിന്നും 618 രൂപ തിരിച്ചു കിട്ടി. ശരി, നിങ്ങളൊന്ന് ആലോചിച്ചേ, നമ്മൾ ഇതേ മോഡൽ ഒരു ചോദ്യം കൂട്ടുപലിശയിൽ പഠിച്ചതാണ്. എടാ 2 കൊല്ലത്തെ ഒരു തുകയുടെ സാധാരണ പലിശ 600, അതേ തുകയുടെ 2 കൊല്ലത്തെ കൂട്ടുപലിശ 618. ഒരു തുകയ്ക്ക് മക്കളെ 2 കൊല്ലത്തെ സാധാരണ പലിശ 600 കൂട്ടുപലിശ 618 ആയാൽ പലിശ നിരക്ക് കാണാൻ നമ്മൾ പഠിച്ചതില്ലയോ? ആണ്. ഒരു തുകയ്ക്ക് 2 കൊല്ലത്തെ സാധാരണ പലിശ 600, അതേ തുകയ്ക്ക് 2 കൊല്ലത്തെ കൂട്ടുപലിശ 618 എങ്കിൽ പലിശ നിരക്ക് എത്ര എന്ന് കാണുന്നത് എങ്ങനെ? ഓർമ്മയുണ്ടോ? ഇവിടെ 2 കൊല്ലം കൊണ്ട് സാധാരണ പലിശ 600 കിട്ടുമ്പം നമുക്കറിയാം ആദ്യത്തെ കൊല്ലവും 300 കിട്ടും, രണ്ടാമത്തെ കൊല്ലവും 300 കിട്ടും. കാര്യം സാധാരണ പലിശ എക്കൊല്ലവും ഏത് വർഷവും തുല്യമായിരിക്കും. ആദ്യ കൊല്ലം കിട്ടുന്നതായിരിക്കും പിന്നെയും കിട്ടുന്നത് ആണോ? അപ്പൊ 2 കൊല്ലം കൊണ്ട് 600 കിട്ടിയാൽ ഓരോ കൊല്ലവും 300 വെച്ചിട്ടാ. ക്ലിയർ ആണേ? ഇനി 2 കൊല്ലം കൊണ്ട് മക്കളെ കൂട്ടുപലിശ 618 കിട്ടുമ്പോൾ നമുക്കറിയാം ആദ്യത്തെ കൊല്ലത്തെ സാധാരണ പലിശയും ആദ്യത്തെ കൊല്ലത്തെ കൂട്ടുപലിശയും തുല്യമാണ്. ആദ്യത്തെ കൊല്ലത്തെ സാധാരണ പലിശ തന്നെ ആയിരിക്കും ആദ്യത്തെ കൊല്ലത്തെ കൂട്ടുപലിശ. കാര്യം ആദ്യത്തെ കൊല്ലം കൂട്ടുപലിശയായിട്ട് തരുന്നതും മുതലിന്റെ മാത്രം തുകയാണ്, മുതലിന്റെ മാത്രം പലിശയാണ്. അത് ആദ്യത്തെ കൊല്ലത്തെ സാധാരണ പലിശയ്ക്ക് തുല്യമായിരിക്കും. എന്ന് പറഞ്ഞാൽ മക്കളെ ആദ്യത്തെ കൊല്ലത്തെ സാധാരണ പലിശ 300, അതുകൊണ്ട് ആദ്യത്തെ കൊല്ലത്തെ കൂട്ടുപലിശയും 300 തന്നെ. ക്ലിയർ? ഇനി 2 കൊല്ലം കൊണ്ട് മക്കളെ 618 കിട്ടിയെങ്കിൽ ബാക്കി മൊത്തവും കിട്ടിയത് 2ആം കൊല്ലമാ. എങ്കിൽ നമുക്ക് 318 കിട്ടിയത് 2ാമത്തെ കൊല്ലമാ. ഓക്കെ ആണോ? എന്ന് പറഞ്ഞാൽ 300 + 18 ഞാൻ എഴുതി. ഇനി നിങ്ങൾ പറ, നമ്മുടെ ഈ 300 എന്ന് പറഞ്ഞാൽ നമ്മുടെ മുതലിന്റെ പലിശയാണ്. ഈ 300 എന്ന് പറഞ്ഞാലും നമ്മുടെ മുതലിന് മാത്രം തന്ന പലിശയാണ്. ഈ 300 എന്ന് പറഞ്ഞാലും മുതലിന്റെ മാത്രം പലിശയാണ്. ഈ 300 മുതലിന്റെ മാത്രം പലിശയാ. എങ്കിൽ മക്കളെ ഈ 18 നമ്മുടെ പലിശയുടെ പലിശയല്ലേ? 2ആം കൊല്ലം തൊട്ടല്ലയോ കൂട്ടുപലിശയിൽ പലിശയ്ക്കും കൂടെ പലിശ തുടങ്ങുന്നേ ആണ്. എടാ എങ്കിൽ ഈ 300 മുതലിന് അവര് തന്ന പലിശയാണ്. എന്നാൽ ഈ 18 എന്താ മക്കളെ? പലിശയുടെ പലിശയാ. എടാ പലിശയുടെ പലിശയാ. കഴിഞ്ഞ കൊല്ലത്തെ നമ്മുടെ പലിശയായ 300 രൂപയുടെ പലിശയാണ് 18 രൂപ. കഴിഞ്ഞ കൊല്ലത്തെ നമ്മുടെ പലിശയായ 300 രൂപയുടെ പലിശയാണ് 18 രൂപ ആണോ?
എന്ന് പറഞ്ഞാൽ മനസ്സിലായി. എടാ ഈ 300ഉം ഈ 300ഉം ഈ 300ഉം ഈ 300ഉം മുതലിൻ്റെ മാത്രം പലിശയാണ്. ഈ 18 രൂപ പലിശയുടെ പലിശയാണ്. അപ്പോൾ മനസ്സിലായി കഴിഞ്ഞ കൊല്ലത്തെ നമ്മുടെ പലിശയായ 300ൻ്റെ പലിശയാണ് 18 രൂപ. കഴിഞ്ഞ കൊല്ലത്തെ നമ്മുടെ 300 രൂപയുടെ പലിശയാണ് മക്കളെ 18 രൂപ. 300 രൂപയുടെ പലിശയാണ് മക്കളെ 18 രൂപ. 300 രൂപയ്ക്ക് 18 രൂപ പലിശ വരുന്നെങ്കിൽ അവിടുത്തെ പലിശ നിരക്ക് കണ്ടുപിടിക്കാൻ ഇൻറ്റു 100 ചെയ്താൽ മതി. 300ന് 18, 300ക്ക് 18ആണ് പലിശ. എങ്കിൽ നിരക്കാക്കാൻ 100 കൊണ്ട് ഗുണിക്കുന്നു. 100ഉം 100-നകത്ത് 100 ഒരു വട്ടം, 300-നകത്ത് 3 വട്ടം. 18/3 എന്ന് പറഞ്ഞാൽ 6 എന്ന് വരും. എങ്കിൽ മനസ്സിലായി എടാ ഇവൻ നിക്ഷേപിച്ചത് 6% നിരക്കിലാണ്. ഇവൻ നിക്ഷേപിച്ചത് 6% നിരക്കിലാണ്. മനസ്സിലായോ? ഇവൻ നിക്ഷേപിച്ചത് 6% നിരക്കിലാണ്. അപ്പോൾ നമ്മുടെ ചോദ്യം ഒന്നുകൂടെ. എടാ ഒരാൾ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന തുക പകുതി വീതം 2 ബാങ്കുകളിലായി നിക്ഷേപിച്ചു. ഒന്നാമത്തെ ബാങ്കിൽ മക്കളെ എന്താ സാധാരണ പലിശയും രണ്ടാമത്തെ ബാങ്കിൽ കൂട്ടുപലിശയുമായിരുന്നു പലിശ സ്കീമുകൾ. ഇനി ഒന്നാമത്തെ ബാങ്കിൽ നിന്നും 600 രൂപയും രണ്ടാമത്തെ ബാങ്കിൽ നിന്നും 618 രൂപയും ലഭിച്ചു. എങ്കിൽ 3 വർഷം കഴിയുമ്പോൾ ഇയാളുടെ പലിശയിൽ ഉണ്ടാകുന്ന വ്യത്യാസമാണ് കണ്ടെത്തേണ്ടത്. എങ്കിൽ നിങ്ങൾ നോക്ക്, ഇപ്പം നമ്മുടെ കയ്യിൽ എന്തൊക്കെയുണ്ട്? എടാ ഒരാൾ നിക്ഷേപിച്ച വർഷമുണ്ട്. 2 വർഷത്തേക്കാണ് നിക്ഷേപിച്ചത്. ഓക്കെ. സാധാരണ പലിശ നമ്മുടെ കയ്യിലുണ്ട്. സാധാരണ പലിശ 2 കൊല്ലത്തെ സാധാരണ പലിശയുണ്ട് 600 രൂപ. പലിശ നിരക്കുണ്ട് മക്കളെ ഇപ്പം കണ്ടുപിടിച്ച് 6%. ഒന്നുകൂടെ നമ്മുടെ എന്തൊക്കെയുണ്ട്? എടാ പ്രിൻസിപ്പൽ എമൗണ്ട് ഉണ്ട്. നമ്മുടെ കയ്യിൽ നമ്പർ ഓഫ് ഇയേഴ്സ് ഉണ്ട്. നമ്പർ ഓഫ് ഇയേഴ്സ് എത്രയാ? 2 വർഷം. വർഷങ്ങളുടെ എണ്ണം 2 വർഷം. ഇപ്പം നമുക്ക് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കിട്ടി 6%. നമ്മുടെ ഇൻട്രസ്റ്റ് കിട്ടി, സാധാരണ പലിശ കിട്ടി മക്കളെ. സാധാരണ പലിശ 2 കൊല്ലത്തെ 600 രൂപ എന്നല്ലേ പറഞ്ഞേ? 600. എങ്കിൽ പ്രിൻസിപ്പൽ എമൗണ്ട് എത്രയാണ് കണ്ടുപിടിച്ചൂടെ? നമുക്ക് ആദ്യം കാണാം. പ്രിൻസിപ്പൽ എമൗണ്ട് എത്രയാണ് കണ്ടുപിടിക്കാം. എടാ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത് പലിശ നിരക്കാണ്. പലിശ നിരക്ക് കിട്ടിയപ്പം നമ്മുടെ ഇനി എന്തൊക്കെയുണ്ടെന്ന് നോക്ക്. നമ്പർ ഓഫ് ഇയേഴ്സ് ഉണ്ട്, വർഷങ്ങളുടെ എണ്ണം ഉണ്ട് 2. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇപ്പം കണ്ടുപിടിച്ച് 6%. പലിശ ഇൻട്രസ്റ്റ് അറിയാൻ 2 കൊല്ലത്തെ സാധാരണ പലിശ 600. എങ്കിൽ അയാൾ ആ സാധാരണ പലിശ കാണുന്ന ബാങ്കിൽ നിക്ഷേപിച്ച തുക എത്രയാണെന്ന് കണ്ടുപിടിച്ചുകൂടെ? കാണാം. നമുക്കറിയാം പ്രിൻസിപ്പൽ എമൗണ്ട് കണ്ടുപിടിക്കാൻ I into 100 by NR. ഇതെവിടുന്നാണ് വന്നതെന്ന് ചോദിച്ചാൽ നമുക്കറിയാം I സമം PNR by 100. എങ്കിൽ P കണ്ടുപിടിക്കാൻ മക്കളെ PA മാത്രം അവിടെ തന്നെ നിർത്തും. I ഉണ്ട്, താഴെ ഹരിച്ചിരിക്കുന്ന 100 മേളിൽ വന്ന് ഗുണിക്കും, ഡിവൈഡഡ് ബൈ ബാക്കി മുകളിലുള്ള NR താഴെ വരും. അപ്പോൾ I into 100 by NR ആണ് P എന്ന് പറയുന്നത്. ശരിയാണോ? എങ്കിൽ നമുക്ക് വില കൊടുക്കുമ്പം മക്കളെ I എത്ര? നമ്മുടെ ഇൻട്രസ്റ്റ് എത്ര? 600 ഇൻറ്റു 100 ബൈ നമ്പർ ഓഫ് ഇയേഴ്സ് എത്ര? 2 ഇൻറ്റു റേറ്റ് എത്ര? 6. വെട്ടാൻ പറ്റും. 6-നകത്ത് 6 ഒരു വട്ടം, ഇവിടെയും ഒരു വട്ടം. 2-നകത്ത് 2 ഒരു വട്ടം, 100-നകത്ത് 50 വട്ടം. 50 ഗുണം 100 എന്ന് പറഞ്ഞാൽ മക്കളെ 5000 എന്ന് വരും. 50 ഗുണം 100 എന്ന് പറഞ്ഞാൽ 5000 എന്ന് വരും. എങ്കിൽ മനസ്സിലായി നമ്മുടെ സാധാരണ പലിശ കാണുന്ന ബാങ്കിൽ നിക്ഷേപിച്ചത് ഇവൻ 5000 രൂപയാണ്. എങ്കിൽ കൂട്ടുപലിശ കാണുന്ന ബാങ്കിൽ നിക്ഷേപിച്ചതും 5000 തന്നെ. എടാ രണ്ടിടത്തും അവൻ തുല്യ എമൗണ്ട് അല്ലേ നിക്ഷേപിച്ചത്? അതെ, അതുകൊണ്ട് രണ്ടിടത്തും നിക്ഷേപിച്ചത് 5000. ക്ലിയർ ആണോ? എങ്കിൽ ഇനി നമ്മുടെ ലാസ്റ്റ് ചോദ്യത്തിലോട്ട് വരാം. എങ്കിൽ 3 വർഷം കഴിയുമ്പോൾ അദ്ദേഹം പലിശ പിൻവലിച്ചാൽ പലിശയിൽ വരുന്ന വ്യത്യാസം എത്ര രൂപയാണ്? എടാ എങ്കിൽ നമ്മുടെ ചോദ്യം ഇപ്പം ഇങ്ങനെ വായിക്കാം. 5000 രൂപയ്ക്ക് 6% നിരക്കിൽ 3 വർഷത്തെ സാധാരണ പലിശയുടെയും കൂട്ടുപലിശയുടെയും വ്യത്യാസം എത്ര എന്നല്ലേ? ഒന്നുകൂടെ, 5000 രൂപയ്ക്ക് 6% നിരക്കിൽ 3 വർഷത്തേക്ക് സാധാരണ പലിശയുടെയും കൂട്ടുപലിശയുടെയും വ്യത്യാസം എത്ര എന്നല്ലേ നമ്മുടെ ചോദ്യം? ആണ്. എങ്കിൽ അത് നമ്മൾ കണ്ടുപിടിക്കാൻ പഠിച്ചിട്ടുണ്ട്. 3 വർഷത്തേക്കുള്ള വ്യത്യാസം കണ്ടുപിടിക്കാൻ നമ്മൾ ആദ്യം 3 വർഷത്തിൻ്റെ കോഡ് അങ്ങോട്ട് എഴുതും. 1331. എത്ര രൂപയാ? 5000 രൂപ. ശരി, 5000 രൂപയ്ക്ക് 3 വർഷത്തേക്കുള്ള സാധാരണ പലിശയുടെയും കൂട്ടുപലിശയുടെയും വ്യത്യാസമാണ് വേണ്ടത്.
അപ്പം നമുക്ക് മുതൽ കിട്ടി മക്കളെ 5000, പലിശ നിരക്ക് നേരത്തെ കിട്ടി മക്കളെ 6%. അപ്പം മുതലുണ്ട്, പലിശ നിരക്കുണ്ട്, നമ്പർ ഓഫ് ഇയേഴ്സും ഉണ്ട്. ശരി, നമുക്ക് 5000-ന്റെ 6% കണ്ടുപിടിക്കാം. 5000-ന്റെ 1% 50. കാര്യം 2 സ്ഥാനം ഇടത്തോട്ട് മാറ്റി പോയിന്റ് ചെയ്താൽ മതി. ഇനി അതിനെ 6% ആക്കാൻ ഇൻറ്റു 6, 6 5 30, 300 എന്ന് വരും. ഇനി 300-ന്റെ 6% കണ്ടുപിടിക്കാൻ 300-ന്റെ 1% 3, 3 ഇൻറ്റു 6 18 എന്ന് വരും. അടുത്ത 18-ന്റെ 6% അപ്പുറത്തോട്ട് കണ്ടുപിടിക്കാൻ 18-ന്റെ 1% മക്കളെ 0.18, 0.18 ഇൻറ്റു 6 ചെയ്താൽ മതി. 6 8 48, 8 ശിഷ്ടം 4, 1 6 6 4 10 എന്തോ വരും? ഇതാ 1.08 എന്ന് വരും. 1.08. ശരി, ഇത് പരസ്പരം ഗുണിക്കുക, മറന്നുപോലെ. 1 ഗുണം 50,000, 1 ഗുണം 5000, 5000. 3 ഗുണം 300 എന്ന് പറഞ്ഞാൽ 900. 3 ഗുണം 18 എന്ന് പറഞ്ഞാൽ 54. 1 ഗുണം 1.08 എന്ന് പറഞ്ഞാൽ 1.08. ശരി, നമുക്ക് വേണ്ടത് എന്തുവാ? 3 വർഷം കഴിഞ്ഞാൽ ലഭിക്കുന്ന സാധാരണ പലിശയുടെയും കൂട്ടുപലിശയുടെയും വ്യത്യാസം. നമുക്കറിയാം, സാധാരണ പലിശയുടെയും കൂട്ടുപലിശയുടെയും വ്യത്യാസം കണ്ടുപിടിക്കാൻ ഇവനെ എടുക്കണ്ട, ഇവനെയും എടുക്കണ്ട. എടാ, ബാക്കി ആദ്യത്തെ 2 പേരെ ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ളവരെ കൂട്ടിയാലാണ് നമ്മുടെ സാധാരണ പലിശയുടെയും കൂട്ടുപലിശയുടെയും വ്യത്യാസം കിട്ടുക. എടാ, ബാക്കിയുള്ളവരെ കൂട്ടിയാലാണ് സാധാരണ പലിശയുടെയും കൂട്ടുപലിശയുടെയും വ്യത്യാസം കിട്ടുക. എങ്കിൽ 54-ഉം 1.08 കൂട്ടിയാൽ 54-ഉം 1.08 കൂട്ടിയാൽ മക്കളെ 55.08. 55.08. നമ്മുടെ ശരി ഉത്തരം 55.08. എങ്കിൽ 3 കൊല്ലം കഴിഞ്ഞ് ആ തുകയുടെ സാധാരണ പലിശയുടെയും കൂട്ടുപലിശയുടെയും വ്യത്യാസം മക്കളെ 55.08. ശരി ഉത്തരം ദാ ഓപ്ഷൻ ഡി ആണ്, 55.08. അത്യാവശ്യം വലിയൊരു ചോദ്യമാണ്. നിങ്ങൾ ഒരു തവണ കൂടി കണ്ടു നോക്ക്. ഞാൻ ആദ്യം മക്കളെ പലിശ നിരക്ക് കണ്ടുപിടിച്ച്, രണ്ടാമത് മുതൽ കണ്ടുപിടിച്ച്. മുതലും പലിശ നിരക്കും വർഷവും ഉണ്ടെങ്കിൽ 3 വർഷത്തെ വ്യത്യാസം കാണാൻ നമുക്കറിയാം. ക്ലിയർ ആണോ? അപ്പം എല്ലാം കൂടെ മിക്സ് ചെയ്ത് വരുന്നൊരു ചോദ്യമാണ്. സാധാരണ പലിശയും കൂട്ടുപലിശയാണ് മിക്സ് ചെയ്ത് വരുന്നൊരു ചോദ്യമാണ്. നല്ല ചോദ്യം ഇല്ലയോ? നമുക്ക് അടുത്തതിലോട്ട് പോകാം. വരൂ. ഒരാൾ 1000 രൂപ പലിശ നിരക്കിൽ 2 വർഷത്തേക്ക് കൂട്ടുപലിശ ഇനത്തിൽ ബാങ്കിൽ നിക്ഷേപിച്ചാൽ വർഷാവസാനം ലഭിക്കുന്ന തുക എത്ര? വളരെ സിമ്പിൾ ചോദ്യം, വളരെ സിമ്പിൾ ചോദ്യമാണ് മക്കളെ. ഒരാൾ 1000 രൂപ പലിശ നിരക്കിൽ 2 വർഷത്തേക്ക്, ഇവിടെ ടൈപ്പിംഗ് എററാണ്. 1000 രൂപ 10% പലിശ നിരക്കിൽ എന്നാണ് കേട്ടോ. 10% പലിശ നിരക്കിൽ 2 വർഷത്തേക്ക് കൂട്ടുപലിശ ഇനത്തിൽ ബാങ്കിൽ നിക്ഷേപിച്ചാൽ വർഷാവസാനം ലഭിക്കുന്ന തുക സിമ്പിളായിട്ട് കണ്ടുപിടിക്കാം. നമ്മുടെ എന്തൊക്കെ ഉണ്ടോ മക്കളെ? എടാ, പ്രിൻസിപ്പൽ എമൗണ്ട് ഉണ്ട് 1000, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ട് 10%, നമ്പർ ഓഫ് ഇയേഴ്സ് ഉണ്ട് 2 വർഷം. എങ്കിൽ വർഷാവസാനം ലഭിക്കുന്ന തുക എന്ന് പറഞ്ഞാൽ ആകെ തുകയെ കണ്ടുപിടിക്കണ്ടേ? നമുക്കറിയാം, നമുക്ക് ഏത് ഉപയോഗിക്കാം? 121 ഉപയോഗിക്കാം. 121 ഉപയോഗിക്കാം. ശരിയാണോ? എന്നിട്ടോ ആദ്യം 1000 എന്നങ്ങോട്ട് എഴുതും. 1000-ന്റെ 10% മക്കളെ നമുക്കറിയാം 100. 100-ന്റെ 10%, ഒരു സ്ഥാനം മാറ്റി പോയിന്റ് ചെയ്താൽ മതി, ഇടത്തോട്ട് 10 വരും. ഗുണിക്കാം. 1 ഗുണം 1000, 1000. 2 ഗുണം 100, 200. 1 ഗുണം 10, 10. എങ്കിൽ വർഷാവസാനം ലഭിക്കുന്ന ആകത്തുക നമുക്കറിയാം. ആകത്തുക കണ്ടുപിടിക്കാൻ താഴെ കിട്ടുന്ന എല്ലാ പേരെയും കൂടെ കൂട്ടിയാൽ മതി. 1000, 200, 1200, 1200 10, 1210. എങ്കിൽ വർഷാവസാനം ലഭിക്കുന്ന ആകത്തുക എന്ന് പറഞ്ഞ മക്കളെ 1210. നമ്മുടെ ശരി ഉത്തരം 1210. ഓപ്ഷൻ ബി 1210 ആണ് ശരി ഉത്തരം. ക്ലിയർ ആണോ? മനസ്സിലായി കാണുമെന്ന് കരുതട്ടെ. 2021 ഏപ്രിൽ 10-ാം തീയതി നടന്ന +2 പ്രിലിംസിന്റെ 1ാം സ്റ്റേജിലെ ചോദ്യം. 2021 ഏപ്രിൽ 10-ാം തീയതി നടന്ന +2 പ്രിലിംസിന്റെ ചോദ്യം. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. വരൂ. ചോദ്യം: 30,000 രൂപയ്ക്ക് 2 വർഷത്തെ സാധാരണ പലിശയും കൂട്ടുപലിശയും തമ്മിലുള്ള വ്യത്യാസം 675 രൂപയായാൽ പലിശ നിരക്ക് എത്ര? എത്ര ശതമാനം? 5%, 8%, 10%, 15%. ഒന്നുമില്ല. 3000 രൂപയ്ക്ക് 2 വർഷത്തെ
സാധാരണ പലിശയും കൂട്ടുപലിശയും തമ്മിലുള്ള വ്യത്യാസം 675 രൂപ. 2 വർഷത്തെ സാധാരണ പലിശയും കൂട്ടുപലിശയും തമ്മിലുള്ള വ്യത്യാസം 675 രൂപ. എങ്കിൽ പലിശ നിരക്കാണ് ചോദിക്കുന്നത്. പലിശ നിരക്ക് മക്കളെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കണം. ശരി, നമ്മൾ പഠിച്ചിട്ടുണ്ട്. 30,000 രൂപയ്ക്ക് 30,000 രൂപയ്ക്ക് 2 വർഷത്തെ സാധാരണ പലിശയുടെയും കൂട്ടുപലിശയുടെയും വ്യത്യാസമാണ് തന്നിരിക്കുന്നത് 675. എങ്കിൽ പലിശ നിരക്ക് കണ്ടുപിടിക്കണം. പലിശ നിരക്ക് ഓപ്ഷൻ ഉണ്ട് മക്കളെ, 5%, 10%, 8%, 15%. അപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം വരുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഒരു പക്ഷേ മുതൽ തരത്തില്ല, അതല്ലെങ്കിൽ വർഷം തരത്തില്ല, അതല്ലെങ്കിൽ പലിശ നിരക്ക് തരത്തില്ല, ഏതെങ്കിലും ഒരുത്തനെ മിസ്സാക്കും. എന്നിട്ട് ഒരു പക്ഷേ ഇവിടെ കാലാവധി പൂർത്തിയാകുമ്പോൾ ലഭിക്കുന്ന ആകെ തുക തരും. അതല്ലെങ്കിൽ കൂട്ടുപലിശ മാത്രം തരും. അതുമല്ലെങ്കിൽ സാധാരണ പലിശയുടെയും കൂട്ടുപലിശയുടെയും വ്യത്യാസം തരും. നമുക്ക് ഓർമ്മയുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം. ആകെ തുകയും തരും, അതായത് പ്രിൻസിപ്പൽ എമൗണ്ട് തരും, നമ്പർ ഓഫ് ഇയേഴ്സ് തന്ന് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും തന്നാൽ നമുക്ക് എന്തോ കണ്ടുപിടിക്കാൻ അറിയാം. മുതലും തരും, പലിശ നിരക്കും തന്ന് വർഷവും തന്നാൽ നമുക്ക് കാലാവധി പൂർത്തിയാകുമ്പോൾ ലഭിക്കുന്ന ആകെ തുക കണ്ടുപിടിക്കാൻ അറിയാം. കാലാവധി പൂർത്തിയാകുമ്പോൾ ലഭിക്കുന്ന കൂട്ടുപലിശ മാത്രം കണ്ടുപിടിക്കാൻ അറിയാം. കാലാവധി പൂർത്തിയാകുമ്പോൾ ലഭിക്കുന്ന സാധാരണ പലിശയും കൂട്ടുപലിശയും വ്യത്യാസം കണ്ടുപിടിക്കാനും അറിയാം. ശരി, ഇനി അതിന് പകരം ഇവിടുന്ന് ഒരുത്തനെ മിസ്സാക്കി തരികയും നമ്മൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്ന ഉത്തരത്തിൽ ഒരുത്തനെ തരികയും ചെയ്താൽ നമ്മൾ എങ്ങനെ ഉത്തരത്തിലോട്ട് എത്തിച്ചേരും? ഓർമ്മയുണ്ടോ? എങ്ങനെയാ? ഓപ്ഷൻ പരിശോധിക്കും. ഓപ്ഷൻ പരിശോധിക്കും. ശരി, നമുക്ക് ഓപ്ഷൻ പരിശോധനയിലോട്ട് പോകാം. എങ്കിൽ 2 വർഷമാണ് കണക്ക്. 2 വർഷത്തിന്റെ കൂടെ മക്കളെ 121 എഴുതി. ഇനി 30,000 നമ്മുടെ മുതൽ. അതിന്റെ പലിശ നിരക്ക് അറിയത്തില്ല. നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ 5% എന്ന് വിളിച്ചു നോക്കാം. 5% വിളിക്കുമ്പോൾ മക്കളെ എന്തായാലും 5% കണ്ടുപിടിക്കാൻ എളുപ്പമോ? 10% കണ്ടുപിടിച്ചിട്ട് പകുതി പറഞ്ഞാൽ മതി. എങ്കിൽ 30,000ത്തിന്റെ 10% ഒരു സ്ഥാനം മാറ്റി പോയിന്റ് ചെയ്യുമ്പോൾ 3000. അതിന്റെ പകുതി മക്കളെ 5% 1500. ഇനി 1500ന്റെ 10% എന്നത് 180. അതിന്റെ പകുതിയാണ് മക്കളെ 5% 75. ഓക്കെ, ശരി, നമുക്കൊന്ന് ഗുണിച്ചു നോക്കാം. പറയുന്നുണ്ട് സാധാരണ പലിശയുടെയും കൂട്ടുപലിശയുടെയും വ്യത്യാസം 675 രൂപയാണ്. നമുക്കറിയാം സാധാരണ പലിശയുടെയും കൂട്ടുപലിശയുടെയും വ്യത്യാസം കണ്ടുപിടിക്കാൻ ഇവരെ രണ്ടുപേരെയും വേണ്ട. 1 × 75 75 എന്നേ കിട്ടുന്നുള്ളൂ. നമുക്ക് തന്നിരിക്കുന്ന 675 എന്ന്. അപ്പൊ മനസ്സിലായി 5% അല്ല. അടുത്തത് 8% കൊണ്ട് നമുക്ക് ചെയ്ത് നോക്കാം. 8%. അപ്പൊ മക്കളെ വീണ്ടും നമ്മുടെ കോഡ് എഴുതുക. 121 എത്ര? 30,000 രൂപ. 8% കണ്ടുപിടിക്കാൻ ആദ്യം മക്കളെ 1% 300 × 8 ചെയ്താൽ മതി. 8 3 24 2400. 2400 8% കണ്ടുപിടിക്കാൻ 24 × 8. 8 4 32 ശിഷ്ടം 3 8 2 16 3 15 152 എന്ന് വരും. ശരി, നമുക്കറിയാം വ്യത്യാസം കണ്ടുപിടിക്കാൻ ഇത് വേണ്ട 152 എന്ന് വരും. എന്നാൽ തന്നിരിക്കുന്നത് 675 എന്നാണ് മക്കളെ. അപ്പൊ അതുമല്ല ഉത്തരം. ശരി, 121 എടുത്ത് 30,000 തന്നെ നമുക്ക് 10% ഇട്ടും ചെയ്ത് നോക്കാം. അടുത്ത ഓപ്ഷൻ 10%. 10% മക്കളെ 3000 വരും. വീണ്ടും 10% 300 വരും. ശരി, ഇത് വേണ്ട 300 എന്ന് വരും. തന്നിരിക്കുന്നത് സാധാരണ പലിശയുടെയും കൂട്ടുപലിശയുടെയും വ്യത്യാസം 675 എന്നാണ്. അപ്പൊ ഇതുമല്ല. നമുക്ക് അടുത്ത ഓപ്ഷൻ നോക്കാം മക്കളെ. 121 30,000 രൂപയുടെ 15% അടുത്ത ഓപ്ഷൻ. 15% കണ്ടുപിടിക്കാൻ 1% മക്കളെ 300 × 15 ചെയ്താൽ മതി. 15 3 45 2 0 4500. 4500 15% കണ്ടുപിടിക്കാൻ 1% 45 × 15 ചെയ്താൽ മതി. 450 225 675 എന്ന് വരും. 675. ശരി, ഗുണിക്കാം. ഇത് വേണ്ടാലോ. 1 × 675 675 എന്ന് വരും. ശരി, നമ്മുടെ ശരി ഉത്തരം 15%. 15% ഇട്ട് കൊടുക്കുമ്പം അവർ പറയുന്നത് പോലെ കൃത്യമായിട്ട് വ്യത്യാസം 675 രൂപ ലഭിക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ താഴെ കുറച്ച് പേര് ഒന്ന് കമന്റ് ചെയ്യും, PR²/100² ചെയ്താൽ മതിയല്ലോ എന്നൊക്കെ. മതി, അങ്ങനെ ചെയ്താൽ ഉത്തരം കിട്ടും. പക്ഷേങ്കിൽ 3 വർഷം അല്ലെ 4 വർഷമൊക്കെ വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാകും. അപ്പോൾ ഓപ്ഷൻ പരിശോധനയാണ് നല്ല മാർഗം. ഇനി അതുപോലെ ശതമാനത്തിന് പകരം വർഷം മിസ്സാക്കും. അങ്ങനെ പല കാര്യങ്ങളും മിസ്സാക്കിയാലും ഓപ്ഷൻ പരിശോധിക്കുന്നതാണ് നല്ല മാർഗം. നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ 675 കിട്ടി.
അവർ പറയുന്നത് 675 തന്നെയാണ്. എങ്കിൽ ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി 15%. ഓപ്ഷൻ ഡി 15%ആണ് ശരി ഉത്തരം. ബി അല്ല, സിയും അല്ല, ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. ക്ലിയർ ആണോ? മനസ്സിലായി കാണും എന്ന് കരുതട്ടെ. അപ്പൊ ഇന്ന് പറഞ്ഞ 5 നല്ല ചോദ്യങ്ങളോട് കൂടി നമ്മുടെ കൂട്ടുപലിശയുടെ 2021 മുതൽ ഇതുവരെയുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ വർക്ക് ചെയ്തിരിക്കുകയാണ്. നമുക്ക് അടുത്ത ദിവസം മറ്റൊരു പാഠം, PSയുടെ ട്രെൻഡിങ്ങിലുള്ള ഒരു പാഠവുമായിട്ട് വരാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ബൈ ഫ്രം വിശാഖ് പാവുമ്പ.